കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ദൈവമാഹാത്മ്യം പ്രഥമ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പിന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾ ദൈവമാഹാത്മ്യത്തെ പറ്റിയിട്ടും അതിൻ്റെ മഹാത്മ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുവല്ലോ. ഇനി നമുക്ക് ഒന്നാം അധ്യായം ചെയ്യാം. ഒന്നാം അധ്യായത്തിൻ്റെ പേര് മധു കൈടഭ വധം എന്നാണ്. പിന്നെ ഞാനൊരു കാര്യം കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ പല പുസ്തകങ്ങളിലും നമ്മൾ അർഗളാസ്തോത്രം, ദേവീ കവചം, അർഗളാസ്തോത്രം, രാത്രി സൂക്തമൊക്കെ കാണാം. ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. ഒന്നാമത് എനിക്കത് പറയാനുള്ള അർഹതയില്ല, അതിനുള്ള അറിവുമില്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ നവാക്ഷരി മന്ത്രം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപദേശത്തോട് കൂട്ടി വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ആ 70 ഈ മാർക്കണ്ഡേയ പുരാണത്തിലത്തെ ദൈവമാഹാത്മ്യം എന്ന് പറഞ്ഞാൽ 700 ശ്ലോകം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. അത് ചെയ്യാൻ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിച്ചാൽ ഒരു ഭാഗ്യം എന്നല്ലാണ്ട് മറ്റൊന്നും എനിക്ക് വളരെയധികം ഈ താന്ത്രികമായിട്ടുള്ള ഇതൊക്കെ ഉള്ളതാണ്. ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒട്ടും. അപ്പോൾ നമുക്ക് ഒന്നാം അധ്യായമായിട്ടുള്ള മധുകൈടഭ വധത്തിലേക്ക് കടക്കാം. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറയണതായിട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ ശ്ലോകത്തിന് മുമ്പേ ഈ ചില വേർഷൻസിലൊക്കെ അതിന് മുമ്പ് പിന്നെ എന്താണ് ഈ ജൈമിനി, വ്യാസശിഷ്യനായിട്ടുള്ള ജൈമിനി മാർക്കണ്ഡേയനോട് ചോദിക്കണതായിട്ട്, അതായത് എനിക്ക് ദൈവമാഹാത്മ്യം പറഞ്ഞു തരണം എന്ന് ചോദിക്കണതായിട്ട് 2 ശ്ലോകം ചില വേർഷനിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്യണതിൽ അതില്ല. എൻ്റെ അമ്മ വായിച്ചിരുന്നതിൽ അതുണ്ട്. അതെനിക്കിപ്പോഴും അതുകൊണ്ട് ഓർമ്മയുണ്ടത്. തപസ്യന്തം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനിം വ്യാസശിഷ്യോ മഹാതേജോ ജൈമിനി പര്യപൃച്ഛത മാർക്കണ്ഡേയം മഹാപ്രാജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രോതുമിച്ഛാമ്യശേഷേണ ദേവീ മാഹാത്മ്യം ഉത്തമം എന്ന്. അതായത് മാർക്കണ്ഡേയ മുനിയോട് വ്യാസശിഷ്യനായിട്ടുള്ള ജൈമിനി ചോദിച്ചു, പരിപൃച്ഛത എന്നാണല്ലോ. എന്താ ചോദിച്ചത്? ഹേ സർവശാസ്ത്രങ്ങളെ അറിയണ മാർക്കണ്ഡേയ മുനെ, എനിക്ക് ദൈവമാഹാത്മ്യം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ശ്ലോകം ചില വേർഷനിൽ നിങ്ങൾ കണ്ടു എന്ന് വരാം. പക്ഷേ ശരിക്കും ദൈവമാഹാത്മ്യം തുടങ്ങണതായിട്ട് ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോവാം. മാർക്കണ്ഡേയ ഉവാച സാവർണി സൂര്യതനയോ യോമനുക്കത്യതേഷ്ടമ നിശാമയ തദുത്പത്തിം വിസ്തരാദ്ഗതോ മമ. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ അതായത് മാർക്കണ്ഡേയൻ ഉവാച എന്നാണല്ലോ. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ഏതൊരാൾ സൂര്യതനയാഹ സാവർണി, സൂര്യപുത്രനായ സാവർണി എന്ന അഷ്ടമഹ മനു കഥ്യതേ, 8ാമനായിട്ടുള്ള മനു എന്ന് അറിയപ്പെടുന്നു. തതുൽപ്പത്തിയും, അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തെ അല്ലെങ്കിൽ ഉൽപ്പത്തിയെ, വിസ്തരാൽ ഗതത, വിസ്തരിച്ച് പറയുന്ന മമ നിശാമയ, ഞാനിത് വിസ്തരിച്ച് പറയാം, അത് കേട്ടോളൂ എന്ന് പറയാണ് ആര്? മാർക്കണ്ഡേയ മുനി. ദൈവമാഹാത്മ്യം കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറയുകയാണ്, ഇങ്ങനെയാണ് തുടങ്ങണത്. എന്താണ്? മാർക്കണ്ഡേയ പുരാണത്തിലാണ് കേട്ടോ ഇത്, ഈ ദൈവമാഹാത്മ്യം. അതാദ്യം പറയാം. അതായത് ഈ അത് കുറച്ചൊരു നമുക്ക് ആ സന്ദർഭത്തിലേക്ക് വരാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഹെൽപ്ഫുള്ളാവും. അതായത് മത്സ്യാവതാരം എടുത്തിട്ട് എങ്ങനെയാണ് സത്യവ്രതൻ എന്ന രാജാവിനെ ഭഗവാൻ മത്സ്യാവതാര രൂപത്തിൽ അനുഗ്രഹിച്ചിട്ട് 7ാമത്തെ മനുവായിട്ടുള്ള വൈവസ്വതു മനു ആവാൻ അനുഗ്രഹിച്ചുല്ലോ. അതായത് ആ സത്യവ്രതനാണ് പിന്നെ 7ാമത്തെ മന്വന്തരത്തിൽ വൈവസ്വത മനു ആയത്. അതിനുശേഷം 8ാമത്തെ മനുവായിട്ടുള്ള സാവർണിയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് സാവർണി പിന്നെ എന്താണ് മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണ് 8ാമത്തെ മനു ആയത്, സൂര്യപുത്രനായിട്ടുള്ള സാവർണി, അതാണ് പറയാൻ പോണത്. അപ്പോൾ ആദ്യത്തെ 7 പിന്നെ നമ്മളിപ്പോൾ വൈവസ്വത മന്വന്തരത്തിലാണേ.
ആദ്യത്തെ കൽപ്പത്തിലത്തെ ബ്രാഹ്മകൽപ്പത്തിലത്തെ മനുവാണ് സ്വയംഭുവ മനു. നമ്മൾ ആ സൃഷ്ടിയിലൊക്കെ അത് കണ്ടുല്ലോ, നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ. ആദ്യത്തെ മനു സ്വയംഭുവ മനു, പിന്നെ സ്വാരോചിഷൻ, പിന്നെ ഔത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വൈവസ്വത മന്വന്തരത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ ഈ പൂജയ്ക്കൊക്കെ സങ്കല്പത്തിന് പൂജാരി പറയണതൊക്കെ കേൾക്കാമല്ലോ, സങ്കല്പത്തിൽ വൈവസ്വത മന്വന്തരേ എന്ന്. അതായത് നമ്മളിപ്പോൾ വൈവസ്വത മന്വന്തരത്തിലാണ്. അപ്പം ഇനി അടുത്ത മന്വന്തരം 8ാമത്തെയാണ് ഈ സാവർണിയുടെ. ഈ സാവർണിക്ക് എങ്ങനെയാണ് യോഗമായയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ 8ാമത്തെ മനു ആകാൻ സാധിച്ചത് എന്നാണ് വിസ്തരിച്ച് ഞാൻ പറയാം, കേട്ടോളൂ എന്നാണ് മാർക്കണ്ഡേയ മഹർഷി പറയണത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ വൈവസ്വത മനുവും, അതായത് ഇപ്പം നമ്മളെ ഇന്നത്തെ മന്വന്തരത്തിലത്തെ വൈവസ്വത മനുവും ഇനി വരാൻ പോണ സാവർണിയും രണ്ടും സൂര്യൻ്റെ പുത്രന്മാരാണ്. ആ കഥ എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. അതായത് 2 സൂര്യപുത്രന്മാരാണ്. ഈ ആദ്യത്തെ ഇപ്പോഴുള്ള മനു ഉണ്ടല്ലോ, വൈവസ്വത മനു സൂര്യൻ്റെയും ത്വഷ്ട്രാവിൻ്റെ മകൾ സംജ്ഞ, അത് സൂര്യൻ്റെയും സംജ്ഞ എന്നുള്ള പത്നിയുടെയും മകനാണ് വൈവസ്വതൻ. വേറെ 2 മക്കളും കൂടി ഉണ്ട്. ഒന്ന് യമധർമ്മരാജാവ്, പിന്നെ ഒന്ന് നമ്മുടെ കാളിന്തി, യമുനാ നദി. അതും ഈ പിന്നെന്താണ് സൂര്യൻ്റെയും സംജ്ഞ എന്ന പത്നിയുടെയും മക്കളാണ്. ആരൊക്കെ? വൈവസ്വതനും ഈ പിന്നെന്താണ് യമധർമ്മനും പിന്നെ കാളിന്തി നദിയും, അല്ലെങ്കിൽ യമുനയോ എന്താ വെച്ചാൽ അതും അവർ 3 പിന്നെ ഈ സൂര്യൻ്റെ ദേഹാസ്വാസ്ഥ്യം എന്തോ സൂര്യന് കുറച്ചൊരു ഇതുണ്ടായപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഈ സൂര്യൻ്റെ പത്നിയായിട്ടുള്ള സംജ്ഞ തപസ്സനുഷ്ഠിക്കണമെന്ന് തീർച്ചയാക്കി. പക്ഷേ തപസ്സിന് പോയാൽ സൂര്യൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഇല്ലാതെ വരില്ലേ? അപ്പോൾ ഈ സംജ്ഞ, സൂര്യൻ്റെ പത്നി സംജ്ഞ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ നിഴലിൽ നിന്ന്, ആ സംജ്ഞയുടെ നിഴലിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അത് സൂര്യൻ്റെ അതേ നിറം, അതാണ് സമാന വർണ്ണയാണ്, അതായത് സൂര്യ സമാന നിറമാണ്. അതുകൊണ്ടാണ് സവർണ എന്ന് പേര് വന്നത്. എന്നിട്ട് അങ്ങനെ തൻ്റെ നിഴലിൽ നിന്ന് സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് ഉണ്ടാക്കി സംജ്ഞ. എന്നിട്ട് ആ സവർണയെ സൂര്യനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു കുതിരയുടെ രൂപം ധരിച്ച് സംജ്ഞ തപസ്സിന് പോയി എന്നൊക്കെയാണ് കഥ കേട്ടോ. അപ്പോഴാണ് സൂര്യന് ഈ പുതിയ സംജ്ഞ തന്നെ സൃഷ്ടിച്ച ആ സവർണയിൽ സൂര്യന് കുട്ടികളുണ്ടായി. അതാണ് സാവർണി. ഇപ്പം അടുത്ത മന്വന്തരത്തിലെ മനു ആവാൻ പോണ. പിന്നെ ശനിയും ആ സൂര്യൻ്റെ പുത്രൻ തന്നെയാണ് തപതിയും. അപ്പോൾ അതൊക്കെ പോട്ടെ, അവർ ഓർമ്മിക്കേണ്ട. അപ്പോൾ 2 ആളും ഇപ്പോഴത്തെ വൈവസ്വതം, ഇപ്പോഴത്തെ മന്വന്തരത്തിലത്തെ മനു വൈവസ്വതനും ഇനി വരാൻ പോണ മന്വന്തരത്തിലെ മനു സാവർണിയും 2 ആളും സൂര്യമക്കളാണ്, സൂര്യൻ്റെ മക്കളാണ്. അമ്മ വ്യത്യാസമുണ്ട്. ഒന്ന് സംജ്ഞയാണ് ആദ്യത്തെ, മറ്റത് സവർണയാണ്. അതാണ് സാവർണി എന്ന് പേര്. പിന്നെ ഈ കഥ നടക്കണത് ഇനിയിപ്പോൾ എന്താ അറിയോ? ഇപ്പോൾ ഈ നമ്മൾ പറയാൻ പോണ കഥ ഒരു രാജാവിൻ്റെ കഥ പറയും, സുരഥൻ എന്ന് പറഞ്ഞൂല. അത് നടക്കാൻ പോണത് 2ാമത്തെ മന്വന്തരായിട്ടുള്ള സ്വാരോചിഷ മന്വന്തരാണ്. അതിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ പിന്നെ വരും, അതിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്. എന്താ അറിയോ? ഈ 8ാമത്തെ മനുവായിട്ടുള്ള സാവർണിയുടെ ഉദ്ഭവം ഞാൻ വിസ്തരിച്ച് പറയാം, കേട്ടോളൂ. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കറിയാത്ത കഥകളുണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് 2ലേക്ക് പോവാം. സാവർണി സൂര്യതനയോ യോ മനു കഥ്യതേഷ്ടമ നിശാമയ തദുത്പത്തിം വിസ്തരാദ്ഗതോ മമ. ഇനി 2ാമത്തെ ശ്ലോകം. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോ രവേഹ. അപ്പം നമുക്ക് 2ാമത്തെ ശ്ലോകത്തിലെ ഇതിൻ്റെ അർത്ഥം നോക്കാം. അതായത് സാവർണി, ആ സാവർണി എന്ന രവേഹെ തനയ മഹാഭാഗ, സൂര്യപുത്രനായിട്ടുള്ള ആ മഹാഭാഗൻ മഹാമായ അനുഭാവേന, മഹാമായയുടെ യോഗമായയുടെ പ്രഭാവത്താൽ, ഭഗവതിയുടെ പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് യഥ എങ്ങനെ മന്വന്തരാധിപ ബഭൂവ, എങ്ങനെ മന്വന്തരാധനായി ഇത് ഞാൻ പറയാമെന്ന് പറയാണ്. അപ്പോൾ ഈ സാവർണി 8ാമത്തെ മന്വന്തരത്തിൽ
യോഗമായാദേവിയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ മന്വന്തരാധിപനായി. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗമാണ്. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അതാണ് ഒരു ചതുർയുഗം. അങ്ങനെ 71 ചതുർയുഗം കഴിയുമ്പോഴേ ഒരു മനുവിൻ്റെ കാലം കഴിയുള്ളൂ. അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു മന്വന്തരത്തിൻ്റെ അധിപനായി സാവർണി എങ്ങനെ? ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്. അതാണ് ഇതിൽ പറയാൻ പോണത് കേട്ടോ. അതായത് ഈ മഹാമായ എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ഒരു മാഹാത്മ്യത്തിന് കണക്കില്ല. സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാണ് ഭഗവതി, അല്ലേ? അണോരണീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്, സ്ഥൂലത്തിൽ ഏറ്റവും സ്ഥൂലാണ്. മാത്രമല്ല സർവവ്യാപിനിയാണ്, ഓൾ പെർവൈഡിങ് ആണ്. അതാണ്. പിന്നെ യോഗമായ എന്ന് പറയാൻ തന്നെ കാരണം എന്താ? മായാച്ച എന്താ? മായ നമ്മൾ കണ്ടുല്ലോ, പല പ്രാവശ്യം കണ്ടു അല്ലേ ഭാഗവതത്തിൽ. മായ പറഞ്ഞ എന്താ? ഈ മിഥ്യയായിട്ടുള്ള ജഗത്തിനെ യഥാർത്ഥമായിട്ട് തോന്നിക്കുന്നതാണ് ഒരു നിലയ്ക്ക് ഒരു ഡെഫിനേഷൻ മായയുടെ. മിഥ്യയായിട്ടുള്ള ജഗത്തിനെ യഥാർത്ഥമാണെന്ന് തോന്നിക്കുക. ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് യഥാർത്ഥ തോന്നുമല്ലോ, ഉണർന്നു കഴിഞ്ഞാൽ അതല്ല തോന്നുമല്ലോ. അതുപോലെയാണ് മായയാൽ മോഹിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്കിതെല്ലാം, ഈ ലോകം എല്ലാം യഥാർത്ഥ തോന്നും. പക്ഷെ നമ്മൾ മായയുടെ ആ വലയെന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് വെറും സ്വപ്നം പോലെയുള്ളൂ. അതാണ് മായയുടെ ഒരു പണി. അതാണ് ഏത്? മിഥ്യയായിട്ടുള്ള ജഗത്തിനെ യഥാർത്ഥമായിട്ട് തോന്നിക്കുക. പിന്നെയോ ശരിക്ക് നമ്മൾ ആ സച്ചിദാനന്ദത്തിൽ വർത്തിക്കുകയാണ് നമ്മൾ സ്വതവേ. പക്ഷെ നമ്മളെ അത് മറക്കുകയാണ്. അതാണ് മായ ആവരണം ചെയ്യും. മായ ആ നിത്യാനന്ദത്തിൽ വർത്തിക്കണ ആത്മാവിന് ആ അതിനെ മറച്ചിട്ട് ഇത് ഈ മിഥ്യയായിട്ടുള്ള സത്യം തോന്നിക്കുകയാണ്. അതായത് ഞാൻ ജനിക്കണു, എനിക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ശക്തിയാണ് മായ. ആവരണശക്തിയും വിക്ഷേപശക്തിയും രണ്ടും ഉണ്ട്, അല്ലേ? അപ്പം ശരിക്കും നമ്മൾ സച്ചിദാനന്ദാണെങ്കിലും അതിനെ മറച്ച് നമ്മൾ ഇതാണ് ശരിയെന്ന് തോന്നിച്ച് ദുഃഖിപ്പിക്കുകയാണ്. മാത്രമല്ല മായയുടെ പേരെന്നെ ത്രിഗുണാത്മിക എന്നാണ്. 3 ഗുണങ്ങൾ. ഏതൊക്കെ? സത്വ, രജ, സ്തമോ ഗുണങ്ങൾ. അതാണ് മായയിലത്തെ. അതുകൊണ്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതും, അല്ലേ? പക്ഷേ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ എന്ന് പറയാം, അത് ഗുണങ്ങൾക്ക് അതീതനാണ്. ബിയോണ്ട് ഗുണാസാണ്. മായയുടെ ഉള്ളിൽ മാത്രമേ ഗുണമുള്ളൂ. ത്രിഗുണാത്മികയാണേ. ഇപ്പം ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ദൈവീഹ്യേഷ ഗുണമയി മമ മായ ദുരത്യയ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ എൻ്റെ മായ ദുരത്യയ, വളരെ വിഷമാണ് കടക്കാൻ. അങ്ങനത്തെ മായയാണ് എൻ്റെ. വളരെ ശക്തിയുള്ളതാണ്. എൻ്റെ ശക്തി തന്നെയാണെങ്കിലും എന്നിലെത്തണമെങ്കിൽ ആ മായയെ തരണം ചെയ്യണം. പിന്നെ ഇതിൽ വേറൊന്ന് അതാണ്. അപ്പം മഹാമായയുടെ അനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആ മഹാമായയുടെ മഹത്വം എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഭഗവതിയുടെ മഹത്വം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് മായ എന്നും എങ്ങനെ നമ്മൾ മായയാൽ മോഹിക്കപ്പെടുന്നു എന്നും ഒക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതിലൊരു ഒരു ഒരു വാക്കുണ്ടല്ലോ, മഹാമായാനുഭാവേന യഥാമന്യു മഹാഭാഗ എന്ന് പറയുന്നില്ലേ. മഹാഭാഗൻ എന്ന് പറഞ്ഞാൽ നല്ലൊരർത്ഥമാണ് കേട്ടോ. അതെന്താ അറിയോ? ജനിച്ച മുതൽ മരണം വരെ കളങ്കമില്ലാത്ത കീർത്തിയോടുകൂടിയവനാണ് അത്രേ മഹാഭാഗൻ. ഒരു കളങ്കവും ഇല്ലാത്ത കീർത്തി ഉള്ള ആളെ അങ്ങനെ മഹാഭാഗൻ എന്ന് വിളിക്കുക എന്നാണ് പറയണത്. അതായത് ജനിച്ച മുതൽ മരണം വരെ ഒരു കളങ്കവും ഇല്ല, അങ്ങനത്തെ ആളെ. അപ്പം അത്ര പിന്നെ എന്താണ് കേമനാണ് സാവർണി, മനസ്സിലായില്ലേ? അതാണ് അത് ആ മഹാഭാഗം എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ വേറൊരു കാര്യവും ഞാൻ അതിനെപ്പറ്റി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കി. ഞാൻ എന്താ വെച്ചാൽ കീർത്തി പറഞ്ഞു വെച്ചാൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ലഭിക്കുന്നതാണ് അത്ര കീർത്തി. യശസ് അതല്ല, പരാക്രമങ്ങൾ കാണിച്ചാൽ ലഭിക്കുന്നതാണ് അത്ര യശസ്. അപ്പോൾ യശസ്സും കീർത്തിയും കൂടി കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കീർത്തിമാനാണെന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം പുണ്യം ചെയ്തിട്ട് കിട്ടുന്ന പിന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ലഭിക്കുന്നതാണ് കീർത്തി എന്ന്. മറ്റേത് യശസ് പറഞ്ഞു വെച്ചാൽ പരാക്രമം കൊണ്ട് എന്ന് ഞാൻ വായിച്ചു, അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പിന്നെ എന്താണ് അപ്പോൾ ഈ ഒരു ഇതിൽ അതാണ് പറയുന്നത്, അസാവർണി എന്ന സൂര്യപുത്രനായ ആ മഹാഭാഗൻ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ 71 ചകയുഗങ്ങളുടെ അധിപനായി ഭവിച്ചുവോ അതിനെ ഞാൻ വിസ്തരിച്ച് പറയാം, കേട്ടോളൂന്ന്.
അതാണ് രണ്ടാമത്തെ ശ്ലോകം. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ശ്ലോകം. സ്വാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. ഇനി തുടങ്ങണ കഥ പറയാണ് കേട്ടോ. എന്താ അറിയോ, സ്വാരോജിഷ അതിൻ്റെ അത് പറയാം, അർത്ഥം പറയാം. പൂർവം പണ്ട്, സ്വാരോജിഷേ അന്തരെ, അതായത് സ്വാരോജിഷൻ രണ്ടാമത്തെ മനു കേട്ടോ. ആദ്യത്തെ സ്വയംഭൂ മനു, രണ്ടാമത്തെ സ്വാരോജിഷൻ എന്ന മനുവിൻ്റെ കാലത്ത് ചൈത്രവംശ സമുദ്ഭവ, ചൈത്രൻ്റെ വംശത്തിൽ ജനിച്ച സുരഥ നാമ, സുരഥൻ എന്ന രാജാവ് സമസ്ത ക്ഷിതിമണ്ഡലെ രാജാഭൂത്, ഈ ഭൂമിയുടെ മുഴുവൻ, സ്ഥിതിമണ്ഡലം എന്താ, ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന രാജാവായി. അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിന് അർത്ഥം. അത്രയേ ഉള്ളൂ. അതായത് പണ്ട് സ്വാരോജിഷ മന്വന്തരത്തിൽ ചൈത്ര വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവ് അഖില ഭൂമണ്ഡലത്തിന് മുഴുവൻ രാജാവായി ഭവിച്ചു എന്നാണ് ഇതിന് ശ്ലോകത്തിനർത്ഥം. അതിൽ കുറച്ച് പറയാനുള്ള എന്താ വെച്ചാൽ, ഒരു കാര്യം അങ്ങനത്തെ ഓരോന്നൊക്കെ നമുക്ക് വളരെ ഇത് വായിക്കുമ്പോൾ വളരെ മനസ്സിലാവണത്. ഇപ്പോൾ നോക്കൂ, സുരഥൻ ചാൽ നല്ല രഥങ്ങളുള്ള ആളാണ് അത്ര അർത്ഥം. ധാരാളം രഥങ്ങളുള്ളതെന്നും അർത്ഥമുണ്ട്. അതായത് ഈ രഥം കൊണ്ടുപോകണമെങ്കിൽ ആനയോ കുതിരയോ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതും നല്ല, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, സുരഥൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല രഥത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞു വെച്ചാൽ, നല്ല രഥങ്ങളുള്ളതെന്ന് വെച്ചാൽ ശരിക്കും പറയാ വെച്ചാൽ നല്ല പ്രബല സൈന്യമുള്ള ആളെന്നും കൂടി അർത്ഥമുണ്ട്. ധാരാളം സൈന്യം ഉള്ള ഒരാളെന്നും കൂടി അർത്ഥമുണ്ട് സുരഥന്. പിന്നെ ഈ ഈ ഭൂമി മുഴുവൻ ഭരിക്കണം തൊക്കണം പ്രബലനാണ്. ഈ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്വാരോജിഷം എന്ന് പറഞ്ഞല്ലോ, രണ്ടാമത്തെ മന്വന്തരത്തിലത്തെ മനു, ആ മനു അഗ്നിയുടെ പുത്രനാണ്ട്ടെ. അത് കാരണം എപ്പോഴും ബ്രഹ്മ തേജസ്വി ആയിരുന്നു സ്വാരോജിഷൻ. ആ സ്വാരോജിഷൻ ഭരിക്കണ സമയത്താണ് ഈ ഏത് കുടുംബത്തിലാണ് പിറന്നത്, വളരെയധികം ആഭിജാത്യമുള്ള ചൈത്രവംശത്തിലാണ് ജനിച്ചത്. അതായത് സ്വാരോജിഷ മനുവിൻ്റെ മകനാണ് ചിത്രൻ. ചിത്രൻ എന്നുള്ളതിന് ഒരർത്ഥമുണ്ട് അത്രേ. എന്താ അറിയോ, ധർമ്മം പ്രവർത്തിക്കുന്ന ആൾ, അധർമ്മത്തിൽ നിന്ന് നിവർത്തിക്കുന്ന ആളാണ്. അതായത് ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ, അധർമ്മം ചെയ്യില്ല, അങ്ങനത്തെ ഒരാളെന്നും അർത്ഥമുണ്ട് അത്ര ചിത്രൻ എന്നുള്ളത്. എന്തായാലും സ്വാരോജിഷൻ്റെ മകനാണ് ചിത്രൻ. ആ ചിത്രൻ്റെ പുത്രനാണ് ചൈത്രൻ. അപ്പം ചൈത്രവംശത്തിൽ എന്നർത്ഥം. അതായത് സ്വാരോജിഷ മനുവിൻ്റെ വംശത്തിൽ തന്നെ വളരെ കേമായിട്ടുള്ള വംശത്തിൽ, കുലത്തിലും വംശത്തിലൊക്കെ ജനിച്ചതാണ്. മനസ്സിലായില്ലേ? ആഭിജാത്യമുള്ള ചൈത്രവംശത്തിൽ ജനിച്ചു നമ്മുടെ നായകനായിട്ടുള്ള ഇപ്പോൾ പറയാൻ പോണ സുരഥൻ. അങ്ങനെ വളരെ പ്രബലനായിട്ട് രാജാവായിരുന്നു, ഭൂമി മുഴുവൻ ഭരിച്ചിരുന്നു. അതാണ് മൂന്നാമത്തെ ശ്ലോകം. സ്വാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശ സമുദ്ഭവ സുരഥോ നാമ രാജാഭൂൽ സമസ്തേ ക്ഷിതിമണ്ഡലേ. ഇനി നാലാമത്തെ. തസ്യ പാലയത സമ്യക് പ്രജാ പുത്രാനി വൗരസൻ ബഭൂവു ശത്രവോ ഭൂപാഹ കോലാവിദ്വേഷിണസ്തദാ. ഇനി എന്താ രസം വെച്ചാൽ, പിന്നെ ഞാൻ വേറൊരു മഹാത്മ്യത്തിൽ കണ്ടു. ഈ രണ്ടാമത്തെ വരിയിൽ ഒന്നിൽ കോലാവിദ്വേഷിണസ്തദ എന്നാണ്, മറ്റേതിൽ കോലാവിധ്വംസിനസ്തദ എന്നാണ്, സ്തഥ എന്നാണ്. കുറച്ച് വ്യത്യാസമുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ അർത്ഥം പറയാൻ നോക്കാം. ഔരസാൻ പുത്രാൻ ഇവ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരെ പോലെ. ഔരസൻ വെച്ചാൽ എന്താ അർത്ഥം അറിയോ? ഔരസപുത്രൻ വെച്ചാൽ അവനവൻ്റെ ഭാര്യയിൽ തനിക്ക് ഒരാൾക്ക് തൻ്റെ ഭാര്യയിൽ തനിക്കുണ്ടാകുന്ന പുത്രൻ വെച്ചാൽ സ്വന്തം പുത്രൻ എന്നർത്ഥം. അതായത് ഇങ്ങനെ അല്ലാതെ ഉണ്ടാവണതല്ല, വിവാഹം കഴിച്ച് പത്നിയായി സ്വീകരിച്ച് അതിലുണ്ടാവുന്ന പുത്രൻ വെച്ചാൽ സ്വന്തം പുത്രൻ എന്നർത്ഥം, ചുരുക്കം. ആ സ്വന്തം പുത്രൻ, അതാണ് ഔരസപുത്രൻ. അപ്പം ഇതിൽ ഔരസപുത്രൻ ഇവ, സ്വന്തം പുത്രന്മാരെ പോലെ, സമ്യക് വേണ്ട പോലെ,
പ്രജാഹ പാലയത, അതായത് ഈ സാവർണി എത്ര നല്ല രാജാവാണ്. പ്രജകളെ മുഴുവൻ സ്വന്തം മക്കളെ പോലെ, സ്വന്തം പുത്രന്മാരെ പോലെ കണ്ട് പരിപാലിച്ചു. അങ്ങനെയുള്ള ആ രാജാവിന് കോലാവിദ്വേഷിണ, അതായത് പിന്നെ എന്താണ് പൂർവജന്മ ദുരിതം എന്നോ എന്താ പറയേണ്ടതെന്ന് വെച്ചില്ല. കാരണം അത്ര നല്ല രാജാവാണ്, സ്വന്തം കുട്ടികളെ പോലെ പ്രജകളെ നോക്കുന്ന രാജാവാണ്. കോലാവിദ്വേഷിണ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോല എന്ന് പറഞ്ഞാൽ പന്നിയാണ് അത്രേ. അപ്പം കോലാവിദ്വേഷിണ വെച്ചാൽ പന്നിയെ ചൊല്ലിയിട്ട് ഒരു വാക്തർക്കം ഉണ്ടായിട്ട് ശത്രുവായി, അങ്ങനെയാണ് കോലാവിദ്വേഷിണ സ്ഥത. അങ്ങനെ ഈ ഒരിക്കലും ഒരു ശത്രു ഉണ്ടാവാൻ പാടില്ല, അത്ര നല്ല രാജാവാണ്. പക്ഷേ ഒരു പന്നിയുടെ കാര്യത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ വന്ന്, പൂർവജന്മ ദുരിതം എന്നേ പറയാനുള്ളൂ, ഒരു തെറ്റിദ്ധാരണ വന്ന് ഈ കോലാവിദ്വേഷികൾ ശത്രുക്കളായി. അതായത് അതായത് ഈ പന്നിയെ ചൊല്ലി വിദ്വേഷം, ഇദ്ദേഹത്തിനോട് ദേഷ്യം വന്ന കുറച്ച് ആൾക്കാർ ഈ സാവർണി ഇത്ര നല്ല രാജാവായിട്ടും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി. അപ്പോൾ അത് എന്താണ്, ഇത് ദാറ്റ് മേക്സ് സെൻസ്. കോല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേറൊരു രാജ്യമാണെന്നൊക്കെ ഞാൻ വായിച്ചു. പക്ഷേ ഇത് കുറച്ചും കൂടി സെൻസ് എനിക്ക് തോന്നുന്നത് പന്നിയെ ചൊല്ലിയിട്ടുള്ള ഒരു കലഹം തന്നെയാണ് നല്ലത്. അങ്ങനെയാണ് ശത്രുവായിരുന്നത്. എന്താ കാരണം വെച്ചാൽ പണ്ടൊക്കെ രാജാക്കന്മാർക്ക് പലതരം ഭയം ഉണ്ടാവും അത്രേ. അപ്പോൾ ആ ഭയങ്ങൾ, മൃഗങ്ങളിൽ നിന്നുള്ള ഭയം രണ്ടും ഉണ്ടാവാം. അങ്ങനത്തെ രാജാക്കന്മാർ നല്ല ധൈര്യമുള്ളവരാവണമല്ലോ. അപ്പോൾ ആ ഭയം നീങ്ങാനാണ് അത്രേ സാധാരണ നായാട്ടിന് പോണത്. അപ്പം മൃഗങ്ങളിൽ നിന്നുള്ള ഭയവും മൃഗങ്ങളെ പറ്റിയിട്ടുള്ള ഭയവും രാജാക്കന്മാർക്ക് നായാട്ടിന് പോയി കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടേ പോവും. അവർക്ക് അതിനെ മൃഗങ്ങളെയൊക്കെ വധിക്കാനും അവരൊക്കെ കീഴടക്കാനുള്ള ശക്തി ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ, ആത്മവിശ്വാസം വരുമ്പോൾ പിന്നെ വിഷമം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്ര പണ്ടൊക്കെ രാജാക്കന്മാർ ഈ നായാട്ടിന് പോണത് തന്നെ അതിനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ. ആ സമയത്താണ് ഒരു പന്നിയെ സുരഥം പോയപ്പോൾ ഒരു പന്നിയെ അമ്പ ചെയ്തു. അത് ആ പന്നി ഈ മാണ്ഡലികന്മാരെന്ന് പറഞ്ഞു വേറൊരു ആൾക്കാർ പരിധിയുടെ ഉള്ളിലേക്ക് പോയി ഈ പന്നി. അപ്പോൾ ഇത് ഞാൻ എഴുതിട്ട പന്നിയാണ്, എൻ്റെ ആണെന്ന് രാജാവ് പറഞ്ഞു, സുരഥൻ പറഞ്ഞു. പിന്നെ മറ്റേ അവർ പറഞ്ഞു ഞങ്ങളതിൽ വീണു, അപ്പം ഞങ്ങളെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവരുടെ വലയിലോ എന്താ വെച്ചാൽ അതിൽ വീണു. അങ്ങനെയാണ് അവർ ശത്രുക്കളായത്. അത് ശരിക്കും പിന്നെ ഈ കോലാവിധ്വംസികളെ പറഞ്ഞാൽ ഗ്രീക്ക് യവനന്മാരാന്നും പറയുന്നുണ്ട് കേട്ടോ ചിലതിൽ. എന്തായാലും യവനന്മാർ തന്നെ ആയിരിക്കും. എന്നാലും ഈ പന്നിയുടെ തർക്കത്തിലാണ് ഈ ഇത്ര നല്ലൊരു രാജാവിൻ്റെ ശത്രുവായത്. രാജാവ് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രാജാവിൻ്റെ ശത്രുവായി. ശരിക്കും ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ലാത്ത അത്ര നല്ല ആളാണ്, പക്ഷെ ശത്രു ഉണ്ടായി. ഇതെങ്ങനെ ഒരു കുഞ്ഞ് കോലാവിദ്വേഷണം കൊണ്ട് എന്ന് നമുക്ക് എടുക്കാം. വേറെ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ തോന്നുന്നുണ്ട്. അതായത് വേറൊരു തരം ക്ഷത്രിയരെ കോല എന്ന് പറയുന്നോ ഒക്കെ ഞാൻ വായിച്ചു. പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു മേക്ക് സെൻസ്. അതുകൊണ്ട് ഞാൻ ഇത് ശരിയാണെന്ന് ഇത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നായാട്ടിന് പോയപ്പോൾ അവർ ഇട്ട വലയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സുരഥൻ്റെ പന്നി വീണപ്പോൾ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ച് വാക്തർക്കായി. അങ്ങനെ ഒറ്റയ്ക്ക് എല്ലുവിന് കിട്ടുമോ? അങ്ങനെ പറയാം. അതാണ് 4. തസ്യ പാലയത സമ്യക് പ്രജാഹ പുത്രാനി വൗരസൻ ബഭൂവു ശത്രവോ ഭൂപാഹ. ശത്രുക്കളായി. കോലാവിദ്വേഷിണസ്തദാ. നമുക്ക് 5 കൂടി ചെയ്തിട്ട് നിർത്താം. തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബല ശത്രുഭി ന്യൂനൈരപി സ തൈർയുദ്ധേ കോലാവിദ്വേഷിഭിർജിതഃ. ഇനി എന്താ 5 അങ്ങനെ യുദ്ധമായി. 5ൻ്റെ അർത്ഥം വായിക്കാം. അങ്ങനെ എന്താണ് യുദ്ധമായപ്പോൾ എന്തായി? അതിപ്രബല ശത്രുഭി. അതായത് അതിപ്രബല ആണ് തസ്യ അവന്. അതായത് രാജാവ് ഒറ്റയ്ക്കുള്ളൂ. തസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് സിംഗുലറാണ്. അപ്പം രാജാവ് ഒറ്റയ്ക്കാണ്.
തൈഹി യുദ്ധം അഭവൽ, അവർ കുറേ ആളുണ്ട്, അവർക്ക് അത്ര ശക്തിയൊന്നുമില്ല, പക്ഷെ അവർ ആൾ കുറവുണ്ട്. അവരോടുകൂടി യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ സഹ ന്യൂനൈരവി, അവർക്ക് ബലം അത്രയൊന്നുമില്ല. ന്യൂനബലം എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ അല്പബലത്തോടു കൂടിയവരാണെങ്കിലും തൈഹി കോലാവിധ്വംസിഭിഹി ജിത, ആ യവനന്മാർ അല്ലെങ്കിൽ ആ കോലാവിദ്വേഷികൾ ഈ സുരഥനെ ജയിച്ചു. കഷ്ടം എന്നല്ലേ പറയാള്ളൂ. അങ്ങനെ യുദ്ധമായി. ഈ പന്നിയുടെ കാര്യം പറഞ്ഞ് യുദ്ധമായി. അപ്പോൾ സുരഥൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ കുറേ ശത്രുക്കൾ കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്താണ് ഞാൻ എൻ്റെയാണ് ശരി എന്നുള്ള നിലയ്ക്ക് രാജാവ് പിന്നെന്താണ്, ഞാൻ ജയിക്കും, ഞാൻ ചെയ്യണതാണ് ശരി, ധർമ്മമാണ് ഞാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിന് പോയിപ്പോൾ എന്തായി, ശത്രുക്കൾ നിസ്സാരന്മാരായിരുന്നു എങ്കിലും ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അതായത് ഈ ശത്രുക്കളാൽ ജയിക്കപ്പെട്ടു സുരഥൻ. അതായത് ദൈവാധീനം ഇല്ലാത്ത സമയം എന്നേ പറയണ്ടു അല്ലേ. അവർക്ക് അവരുടെ ഭാഗത്താണ് ഈശ്വരൻ. ദൈവാധീനം കുറഞ്ഞ സമയമാണ് സുരഥന്. അപ്പോൾ ഇത്ര വലിയ രാജാവായിട്ടും ഇത്ര വലിയ പ്രബല സൈന്യമൊക്കെ ഉണ്ടായിട്ടും ഇവരോട് തോൽക്കേണ്ടി വന്നു, ഈ യവനന്മാരോട്. അങ്ങനെ ഇദ്ദേഹം തോൽക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരാൽ ജയിക്കപ്പെട്ടു എന്നാണ് 5 പറഞ്ഞത്. ഒറ്റയ്ക്കാണെന്നുള്ളതിന് എന്താ അറിയോ, തസ്യ എന്ന് പറയുന്നുണ്ട്. അത് ഒറ്റയ്ക്ക്, അത് ഇതാണ് ഏകവചനമാണ്. അപ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തൈഹി എന്ന് പറയുന്നുണ്ട്, അത് അവർ കുറേ ഉണ്ട്. അപ്പം അങ്ങനെ വരുമല്ലോ. നല്ല ശക്തിയൊക്കെയുള്ള ആളാണെന്ന് വെച്ചാൽ അവരെ ബലം സംഘബലം അവർക്ക് അധികമുണ്ട്. അപ്പം അങ്ങനെ അവർ ജയിച്ചു രാജാവിനെ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താമെന്ന്. തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബല ശത്രുഭി ന്യൂനൈരപി സ തൈർയുദ്ധേ കോലാവിദ്വേഷിഭിർജിത, അവരാൽ ജയിക്കപ്പെട്ടു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.